വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 തൊട്ട് 5 വരെ വാക്യങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിലെ കടലിൽ നിന്നുള്ള നഥാനിയേൽ, അവരെല്ലാവരും അങ്ങനെ മീൻ പിടിക്കാൻ അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അപ്പോഴോ ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായോ? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈശോ ദൈവപുത്രനായ യേശു, ശ്രദ്ധിച്ചേ, ദൈവപുത്രനായ യേശു ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഒരു ദിവസം രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പത്രോസിനെയും യാക്കോബിനെയും എല്ലാ മക്കളെയും 12 പേരെ വിളിച്ചു. എന്നിട്ട് ഊണിലും ഉറക്കത്തിലും ഈ 12 പേരെയും ഈശോയുടെ കൂടെ കൊണ്ടു നടന്നു. അങ്ങനെ ഈശോയുടെ കൂടെ ഈ 12 പേരെ കൊണ്ടു നടക്കുമ്പം ഒരാളെ എവിടെ പോയാലും ഈശോ കൂടെ കൊണ്ടുപോകും. ഇപ്പോൾ അച്ഛൻ ജെറുസലേമിലേക്ക് വരുമ്പോൾ അച്ഛൻ താഞ്ചമ്പ്രന്ന് പറഞ്ഞു, താഞ്ചമ്പ്രതറേ ജെറുസലേം വരെ പോവുക, പോരണോ? താഞ്ചമ്പ്ര പറഞ്ഞു യെസ് എന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടു. അത് ഈശോയുടെ ശിഷ്യന്മാരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന് 3 പേരെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിൽ പത്രോസ് എന്ന് പറഞ്ഞ ആള് ഇത്തിരി മുമ്പന്തി നിൽക്കണ ആളാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഈശോ ഈ പത്രോസിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. ഈ പത്രോസിനെ നോക്കുമ്പോൾ ഈശോയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ. എന്താ സ്വപ്നം? ഇവനാണ് ഭാവിയിൽ തിരുസഭയുടെ അമരക്കാരനാകാൻ പോണ ആള്. ഒരു ദിവസം ഈശോയ്ക്ക് ഈ പത്രോസിനോട് സ്നേഹം കൂടിയിട്ട് പെട്ടെന്ന് ഉള്ളിൽ നിന്ന് ഉറക്കെ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? പത്രോസേ, നീ പാറയാണ്. ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഞാൻ താക്കോലുകൾ നിനക്ക് തരും. ഇങ്ങനെയൊക്കെ പലതും അങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ ഓർക്കണ്ടോ? ഇല്ല, ഓർക്കണ്ട. ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിനെ കാണുമ്പോൾ ഈശോയ്ക്ക് ഭയങ്കര സന്തോഷം. പത്രോസ് ഉറങ്ങിക്കിടക്കുമ്പോൾ ചിലപ്പോൾ ഈശോ ഇങ്ങനെ നോക്കും. ഞാൻ മരിച്ചു കഴിയുമ്പം എൻ്റെ ഈ 12 എണ്ണത്തെ ഒരുമിച്ച് കൊണ്ടു നടക്കാനുള്ളതാണല്ലോ ഈ പത്രോസ്. പിതാവേ, ബോധം നൽകണമേ എന്നൊക്കെ പറഞ്ഞ് ഈശോ ഹൃദയം കൊണ്ട് ഈ പത്രോസിനോട് പ്രത്യേക ഒരു വാത്സല്യം. ആരെങ്കിലും മരിച്ചവരെ ഉയർപ്പിക്കാൻ പോവുകയാണെങ്കിൽ ഉടനെ ഈശോ ചിന്തിക്കും, പത്രോസുകളുടെ കൂടെ ഇരുന്നോട്ടെ, കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം മൂപ്പർക്ക് ഒരു ഇതെല്ലാം കണ്ടും കേട്ടൊരു പരിചയം ആവശ്യമാണ്. അപ്പോൾ എന്തു ചെയ്യും? ഈശോ പത്രോസിനോട് കൂടെ കൊണ്ടുപോകും. മരിച്ചവരെ ഉയർപ്പിക്കാൻ പോകുമ്പം, രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ പത്രോസിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അവിടെ കൊണ്ടു നിർത്തും. അപ്പം വിതരണം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പത്രോസിനെ കാണുമ്പോൾ ഈശോ ഒരുപാട് സ്വപ്നത്തോടു കൂടെയാണ് പത്രോസിനെ ഈശോ കൂടെ കൊണ്ടു നടന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗെത്സമേൻ തോട്ടത്തിൽ പട്ടാളക്കാർ വന്ന് യേശുവിനെ ആക്രമിച്ചു. യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ചങ്ങലയിട്ടു. ഈ സമയത്ത് നമ്മുടെ പത്രോസ് എന്ത് ചെയ്തു? ഒറ്റ ഓട്ടം. പത്രോസ് ഒറ്റ ഓട്ടം. എന്നാൽ സ്നേഹിക്കുന്നൊരു ശിഷ്യൻ കുറച്ചു നേരമൊക്കെ പിടിച്ചു നോക്കി. അദ്ദേഹം അവസാനം തുണി ഉപേക്ഷിച്ച് ഓടിപ്പോയി. പിന്നെ പത്രോസിനെ അവിടെ എവിടെ കാണാനില്ല. പട്ടാളക്കാർ ഈശോയെ ചങ്ങലക്കിടുന്നു, വലിക്കുന്നു, അടിക്കുന്നു, ഈശോയെ അപഹസിക്കുന്നു, തുപ്പുന്നു, താടിക്ക് പിടിക്കുന്നു, അങ്ങോട്ടും കൊണ്ടിട്ട് കയറിട്ട് കെട്ടി വലിക്കുന്നു. പീലാത്തോസിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, ഹെറോദസിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും കൊടുക്കുകയാണ്. അപ്പോഴൊന്നും
ഈ പത്രോസ് അവിടെ ഇല്ല. പത്രോസ് കുറെ അപ്പുറത്തുണ്ട്. പത്രോസിന് പോകണമെന്നുണ്ട്, പക്ഷെ പറ്റണില്ല. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അടികൊള്ളാൻ താല്പര്യമില്ല. സ്വന്തം സുരക്ഷിതത്വം നോക്കിയിട്ടുള്ള സ്നേഹമൊക്കെ മതി എന്നുള്ളത് എന്താണെന്നറിയില്ല. സ്നേഹമുണ്ട്, പക്ഷെ അടുത്തേക്ക് പോകാൻ പറ്റണില്ല. എന്നാൽ ചാടി കൊണ്ടേ ഞാൻ ചത്താലും ശരി, എൻ്റെ ഈശോയെ തൊഴാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് നിൽക്കണ്ടേ. ഇവരൊക്കെയാണെങ്കിൽ അങ്ങനെ നിൽക്കും. അറിയാൻ പാടില്ല, രണ്ടടി കൊള്ളപ്പോഴറിയുള്ളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ ഈ പത്രോസ് ആ രംഗത്തേക്ക് വരുന്നില്ല. ആൾ ദൂരെ മാറി മാറി അനുഗമിക്കുന്നുണ്ട്. ഈശോ ഇതെല്ലാം കാണുന്നുണ്ട്. ഒരുമിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ചതാ. ഒരുമിച്ച് എത്ര നാളുകൾ നടന്നു, എത്രമാത്രം ഒരുമിച്ചിരുന്ന് സ്വപ്നങ്ങൾ കണ്ടു, എത്രമാത്രം കാര്യങ്ങൾ ഈശോ നേരിട്ട് പഠിപ്പിച്ചു. ലോകത്തിൽ വേറെ ആരെയും പഠിപ്പിക്കാത്ത അത്ര കൂടുതൽ പത്രോസിനെ മാത്രം നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ പത്രോസ് ഓടിയപ്പോൾ ആദ്യം പത്രോസ് ഓടി എന്ന് വിചാരിക്കും. ഈശോയുടെ മനസ്സിന് വേദന വരില്ലേ? ഈശോയുടെ മനസ്സിന് വേദന ഉണ്ടാവും. അത് ഒരു ഇത് കാണും. അതിനേക്കാൾ വലുതാണ് പത്രോസ്ലിയുടെ മനസ്സിൽ വേദനയുണ്ട്. എൻ്റെ ഗുരുവിൻ്റെ കൂടെ എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റണില്ല. പത്രോസ്ലിയുടെ മനസ്സ് കിടന്ന് വേഗമാണ്, വെന്ത് വേദനിക്കുകയാണ്. പത്രോസ്ലിയുടെ എന്താ, എൻ്റെ ഗുരുവിൻ്റെ കൂടെ എനിക്ക് നിൽക്കാം, എൻ്റെ ഗുരുവിനെ അവരടിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റണില്ല, എൻ്റെ ഗുരുവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റും, ഞാൻ ഓടിപ്പോയല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് വേദനിക്കുകയാണ്. അപ്പം അതേ കഷ്ടകാലത്തിന് ആ ചേച്ചി, നീ അവൻ്റെ കൂടെ ഉള്ളവരല്ലേ എന്നൊരു ചോദ്യം. നിനക്ക് കളിയില്ല, ഞാനവനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പുറത്ത് യേശു അത് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പത്രോസിന് വേദനയുണ്ട്, ഈശോയ്ക്ക് വേദനയുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്രോസിന് ഈശോയുടെ കൂടെ നിൽക്കണമെന്നുണ്ട്, പക്ഷെ പറയണതെല്ലാം തൊടുന്നോടതെല്ലാം കാല് പഴക്കിയാണ്. ഇത് പെട്ടെന്ന് ഈ ചേച്ചി ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് പറഞ്ഞു, ഞാനൊന്നും അറിയാമെന്ന് പറഞ്ഞ് അത് ഈശോ കേൾക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള വിഷമം വേദനയായിട്ട് ഇങ്ങനെ വിങ്ങി വിങ്ങി നടക്കുകയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി മറ്റൊരു സ്ഥലത്ത് വെച്ച്, അപ്പോൾ അവിടുന്ന് മാറി. ഇനി ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് പെടണ്ടെന്ന് വിചാരിച്ച് മാറി. ഈ പാപത്തിഞ്ഞ് വീഴണ്ടെന്ന് വിചാരിച്ച് മാറി വേറൊരു സ്ഥലത്ത് പോയി സുരക്ഷിതമായി ഇരിക്കാമെന്ന് വിചാരിച്ചപ്പം എവിടുന്നാന്നറിയില്ല ഈ പെട്ടെന്ന് അവിടെ ഒരു സാധനം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നിന്റെ ഈ തുണിയും നടപ്പും ഈ ആംഗ്യമൊക്കെ കണ്ടാൽ ഗലീലിക്കാരനാന്ന് തോന്നും, നീ ആ നസറായൻ്റെ കൂടെ തന്നെ ഉള്ളതാണെന്ന് പറഞ്ഞു. ഉടനെ അപ്പോഴും നിഷേധിച്ചു, ഇല്ല എനിക്ക് അറിയാൻ പാടില്ല, ആരറിയാതെന്ന് പറഞ്ഞിട്ട് പുള്ളി നിഷേധിച്ചു. അപ്പോഴൊക്കെ ഈശോ ഇത് കേൾക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ പത്രോസിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വേദന കൊണ്ട് നിറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 3 തവണ നിഷേധിച്ചപ്പോൾ ഈശോയ്ക്ക് ഭയങ്കര വിഷമായി. ഈശോ ഇങ്ങനെ നോക്കി. പത്രോസിന്റെ കണ്ണും ഈശോയുടെ കണ്ണും കൂട്ടിമുട്ടി. ഒരക്ഷരം മിണ്ടിയില്ല അവരെ മുമ്പിൽ. പക്ഷെ ഈശോ അങ്ങനെ നോക്കിയെങ്കിലും ഈശോ വളരെയധികം ശ്രദ്ധിച്ചു. എന്തെന്നറിയോ? ഈശോ കൂടുതൽ നേരെ ഇങ്ങനെ പത്രോസിനെ നോക്കിയാൽ ഈ പത്രോസ് ഈശോയുടെ കൂടെ ഉള്ള ആളാണെന്ന് വിചാരിച്ച് അവർ പത്രോസിനെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് പത്രോസിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഈശോ ഒന്ന് നോക്കി, പിന്നെ ഈശോ അങ്ങോട്ട് നോക്കാതെ മുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്. അപ്പോഴും ഈശോയുടെ സ്നേഹം കണ്ടോ? പത്രോസിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, പത്രോസ് പുറത്തു പോയി മനംനൊന്ത് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. മനംനൊന്ത് കരഞ്ഞെന്നൊക്കെ പറഞ്ഞാലും ശരി, അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്തുണ്ടായത്? പിന്നെ ഈശോയെ അവർ മരത്തിലാട്ട് കൊന്നു, കുരിശിൽ തറച്ച് കൊന്നു. അപ്പോഴൊന്നും ആ കുരിശിന്റെ ചോട്ടി പത്രോസിനെ കാണാനില്ല. ആ മാതാവ് എത്രമാത്രം സഹിച്ചിട്ടുണ്ട്. ആ മാതാവിൻ്റെ അടുത്തൊന്നും ഈശോ പത്രോസിനെ കാണാനില്ല. ഇതൊക്കെ പത്രോസിന്റെ വേദനയാണ്. ഒരു നിർണായക സമയത്ത് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു നിർണായക സമയം വന്നു, എൻ്റെ ഗുരുവിൻ്റെ അമ്മ വേദനിക്കുന്നുണ്ട്, ആ അമ്മയുടെ അടുത്ത് പോയി ഒരു വാക്ക് പറയാൻ പത്രോസിന് വേദനയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും നീങ്ങുകയാണ്. കർത്താവ് കുരിശിൽ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരെല്ലാവരും കൂടെ കൂടി ഒരു മുറിയിരിക്കുകയാണ്. മുറിയിലിരിക്കേണ്ട സമയത്ത് പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്, ഇനി ആ നസ്രായനെ ഓർത്തിരുന്നിട്ട് കാര്യമില്ല, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. നോക്കിയേ, ഒന്നിനെ പറയാം, ഒന്നായിട്ട് ഈ ഗുരുവിനെ തള്ളി പറയുക. പത്രോസിലേക്ക് ഞാൻ മീൻ പിടിക്കാൻ പോവെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ ബാക്കിയുള്ള എല്ലാവരും കൂടെ പറഞ്ഞു, ഞങ്ങളും നിന്റെ കൂടെ വരികയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് പിളർന്നാൽ കുറച്ച് ഭാഗമെങ്കിലും അവിടെ കൂടെ നിൽക്കും.
ഇത് 100% പേരെയും പിളർത്തിക്കൊണ്ട് പോയി. അങ്ങനത്തെ ഏതെങ്കിലും പാർട്ടി കേട്ടിട്ടുണ്ടോ? ഈശോയുടെ മുഴുവൻ ശിഷ്യന്മാരെയും കൊണ്ട് ഇതേ പത്രോസ് പോയി, പഴയ ജീവിതത്തിലേക്ക് പോയി. ഈശോയെ കാത്തിരിക്കാനോ ശക്തി കൊണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഇരിക്കാനൊന്നും അവർക്ക് ഇപ്പം പറ്റണില്ല. അങ്ങനെ ആ രാത്രി മുഴുവനും ഒരു പഴയ വള്ളവും പഴയ വലയും പഴയ വഞ്ചിയൊക്കെ എടുത്ത് അങ്ങനെ കടലിൽ കൂടെ നടക്കുകയാണ്. 2-3 വർഷമായി മീൻ പിടിച്ച് ആ ശീലമൊക്കെ പോയിട്ട്. പണ്ടത്തെ പോലെ ഒന്നും മീൻ കിട്ടണില്ല. രാത്രി മുഴുവൻ വല വീശിയിട്ട് അവർക്ക് മീൻ കിട്ടിയില്ല. അവർ പഴയ ജീവിത രീതിയിലേക്ക് പോയി. നിങ്ങൾ കൺവെൻഷൻ കൂടി, ആദ്യം ഒരു ആവേശത്തിൽ ധ്യാനമൊക്കെ കൂടി, ആവേശത്തിൽ പക്ഷേ കർത്താവിൻ്റെ കൂടെയുള്ള യാത്ര മുന്നോട്ട് നീങ്ങി. പ്രായമായി, ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞപ്പോൾ മടുപ്പായി, ക്ഷീണമായി. എന്തായി? ലോകത്തിൻ്റെ വ്യഗ്രതയിലേക്ക് വീണ്ടും വീണുപോയി. ലോകത്തിൻ്റെ വഴിയെ നടന്നു. പഴയ ജോലിക്ക് തന്നെ പോയി. പണ്ട് എനിക്കിവിടെ ഒരു ഒട്ട് കമ്പനി ഉണ്ടായിരുന്നല്ലോ, അതിലും വല്ല ജോലി ഉണ്ടാവുമോ? പണ്ടൊരു ബിസിനസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നാണല്ലോ, മരക്കച്ചവടം. ഇപ്പം മരക്കച്ചവടം ഉണ്ടോ? പണ്ട് മത്തിക്കച്ചവടമാണ്. ഇപ്പം ഇങ്ങനെ ശുശ്രൂഷ ഉപേക്ഷിച്ച്, ദൈവവിളി ഉപേക്ഷിച്ച് പഴയ രീതികളിലേക്ക് മടങ്ങിപ്പോയ അതേ അനുഭവം. വീണുപോയി, പിന്മാറ്റത്തിലേക്ക് പോയി. ആത്മാവിൽ തകർന്ന വേദനയോടെ ഇരിക്കുന്ന ദൈവമക്കളെ കർത്താവ് കാണുന്നുണ്ട്. പത്രോസും മറ്റ് ശിഷ്യന്മാർക്കെല്ലാം പഴയ ആ ജീവിത രീതിയിലേക്ക് പോയി. ആ രാത്രി മുഴുവനും കയ്പ് നിറഞ്ഞ അനുഭവം ഉണ്ടായി. ഒറ്റ മീൻ പോലും കിട്ടണില്ല. രാത്രിക്ക് രാത്രി ഉയർത്തെഴുന്നേറ്റ് യേശു അവിടെ വന്നു. ഉഷസായപ്പോ ഈശോ കടൽക്കരയിൽ നിന്ന് നോക്കി. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇപ്പൊ പഴയ ആ സ്വഭാവത്തിൽ ഇങ്ങനെ താളം തുള്ളി ഇങ്ങനെ നടക്കുകയാണ്. അവരിങ്ങനെ പഴയ ജീവിതം ഉപേക്ഷിച്ച് പോയ, വള്ളവും ഉപേക്ഷിച്ച് പോയ, വലയും ഉപേക്ഷിച്ച് പോയ രീതികളെല്ലാം വീണ്ടും എടുത്ത് അവർ പഴയ വഴിക്ക് പോവുകയാണ്. ഈശോയ്ക്ക് ഹൃദയം നൊന്തു. ഈശോ കടൽക്കരയിൽ നിന്ന് അവരെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു, മക്കളെ. ആ വിളി കേട്ട ഉടനെ ശിമയോൻ പത്രോസ് വേഗം പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണ്. ആള് വേഗം അവിടെ തുണിയൊക്കെ എടുത്ത് ചുറ്റി വെള്ളത്തിലേക്ക് ചാടി പിടിച്ച് അദ്ദേഹം നീന്തി കരയിലെത്തി. മറ്റു ശിഷ്യന്മാർ പിന്നെ വള്ളവും വലയൊക്കെ ആയിട്ട് അവരും എത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ അടുത്ത് നമ്മുടെ ശിഷ്യന്മാരെല്ലാം എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? ഈ ശിഷ്യന്മാർക്ക് വേണ്ടി നല്ല മീനെല്ലാം ചുട്ട് പ്രഭാത ഭക്ഷണം തയ്യാറാക്കി ഈശോ പറഞ്ഞു, മക്കളെ വാ, നിങ്ങൾ രാത്രി മുഴുവൻ കടലിൽ കൂടെ ചുറ്റി ഒരുപാട് അലഞ്ഞ് നിങ്ങൾ എല്ലും തോലുമായി, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വാ, എന്തെങ്കിലും കഴിക്ക് എന്ന് പറഞ്ഞ് അവരെ ഇരുത്തി. എന്നിട്ട് എല്ലാവർക്കും ഈശോ ഈ ചുട്ട മീൻ, നല്ല വേവിച്ച മീൻ, പൊള്ളിച്ച മീൻ എന്ന് പറയും, എടുത്തു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിഷ്യന്മാർ വിശന്ന് ഇരിക്കുകയാണ്. ആ ശിഷ്യന്മാർ വേഗം ഈശോ തന്ന മീൻ അങ്ങനെ കഴിച്ചു തുടങ്ങി. പത്രോസ് ഈ മീൻ കഴിക്കാൻ വേണ്ടി വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഓടിയ ഓട്ടോർമ്മ വന്നു. ഗുരുവിനോട് കാണിച്ച നന്ദി കേട്, ഗുരുവിനെ ഉപേക്ഷിച്ച് പോയത്. പത്രോസ് ഈ മീനെടുത്ത് ഇങ്ങനെ കഴിക്കാനായിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ ഗെത്സമേൻ തോട്ടം തൊട്ട് ഈ കടലിലിറങ്ങി ആ ദിവസം വരെയുള്ള, ആ സമയം വരെയുള്ള എല്ലാ നന്ദികേടുകളും, എല്ലാ തിരസ്കരണവും, കർത്താവിനെ ഉപേക്ഷിച്ച കർത്താവിൻ്റെ എല്ലാ കാര്യവും ഈ മീൻ പിടിച്ച് ഈ പത്രോസിന് ഈ മീൻ കഴിക്കാൻ പറ്റണില്ല. അത്രമാത്രം കർത്താവിനെ ഉപേക്ഷിച്ച് പോയ ഓരോ സംഭവങ്ങളും ഓർമ്മ വന്നു. ഞാൻ അവനെ അറിയില്ലെന്ന് പറഞ്ഞൊക്കെ ഓർമ്മ വന്നു. ഇവിടെ കർത്താവ് ഇരിക്കുക. പത്രോസ് പതുക്കെ ഇങ്ങനെ നോക്കിയപ്പം കർത്താവ് ഇങ്ങോട്ട് തന്നെ പത്രോസിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കണം. പത്രോസിൻ്റെ കണ്ണുകളും കർത്താവിൻ്റെ കണ്ണുകളും തമ്മിൽ കൂട്ടിമുട്ടി. കുറേ കാലത്തിന് ശേഷം കൂട്ടിമുട്ടുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ ഈശോ ഒരു ചോദ്യം, യോഹന്നായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വേറെ ഒന്നും ന്യായമായി ചോദിക്കേണ്ട ചോദ്യമുണ്ട്. നന്ദി കെട്ടവനെ, കുരുത്തം കെട്ടവനെ, നിന്നെയൊക്കെ 3 വർഷം കൊണ്ടുകടന്ന് ചോര നീരും ഒക്കെ നൽകി വളർത്തി ഇത്രയൊക്കെ ആക്കി, എന്നിട്ട് ഒരു ആപത്ത് ഘട്ടം വന്നപ്പോൾ ഒക്കെ നിന്റെ തനി സ്വഭാവം കാണിച്ച് ജാതി അവളെ തൂത്താ പോലെ എനിക്ക് മനസ്സിലായി.
ന്യായമായി വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. നമ്മുടെ മക്കളോട് നമ്മൾ എന്തെല്ലാം പറയണം? നമ്മൾ വളർത്തി വലുതാക്കി നമ്മൾ ഉപേക്ഷിച്ച് പോയവരെ കുറിച്ച് അത് വളർത്തി വലുതാക്കിയവർക്ക് അറിയേണ്ട വിഷമം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദികേടിൻ്റെ നീണ്ടൊരു ചരിത്രം ഇവിടെയുണ്ട്. അതൊന്നും ഈശോയുടെ പരിഗണന വിഷയമല്ല. ഈശോ അതൊന്നും ഓർക്കുന്നില്ല. ഈശോ അതൊന്നും ഈശോയുടെ മനസ്സിലില്ല. ഈശോയ്ക്ക് ഒരു ചോദ്യമുള്ളൂ, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ലോകമോഹങ്ങളെക്കാൾ, അങ്ങനെ ഒരു പാട്ടില്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉടനെ പത്രോസ് പറഞ്ഞു, ഉവ്വ. വീണ്ടും അതേ ചോദ്യം തന്നെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, നിന്റെ സഭയുടെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. ഇതാ എൻ്റെ സഭയുടെ താക്കോൽ ഞാൻ നിനക്ക് തരുകയാണ്. നരക കവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഉടനെ പത്രോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇന്ന് വരെയുള്ള സ്നേഹരാഹിത്യമാണ്. ഈശോയെ ശരിക്കും സ്നേഹിച്ചിട്ടില്ല. പത്രോസിന് ശരിക്കും ആണെങ്കിൽ പറയാം, കർത്താവേ, എനിക്ക് അതിന് യാതൊരു യോഗ്യതയില്ല, ഞാൻ വട്ടപൂജ്യമാണ്. ഇത് അപ്പുറത്ത് യോഹന്നാൻ ഇരിപ്പുണ്ട്, ഈശോയുടെ പക്ഷത്തിൽ ചാരി കിടന്നയാള്. ഇവരെല്ലാം ഉപേക്ഷിച്ച് പോയപ്പോഴും എങ്ങനെയെങ്കിലും ഈശോയ്ക്ക് ഒരു കൈ സഹായം എത്തിക്കാൻ വേണ്ടി ഗെത്സമൻ തോട്ടത്തിൽ നിൽക്കാൻ പരിശ്രമിക്കെങ്കിലും ചെയ്തു. അവർ കയറി പിടിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് തുണി ഉപേക്ഷിച്ച് ഓടിപ്പോയത്. ന്യായമായി പത്രോസിന് പറയാം, കർത്താവ്, ഇത് ഞാനല്ല അർഹൻ, ആ യോഹന്നാൻ അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹമാണ് ശരിക്കും സ്നേഹിക്കുന്നത്. പത്രോസിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈശോ പറയാണ്, താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് അർഹിക്കാത്ത കാര്യമാണ്. ശരിക്കും ന്യായമായി അർഹിക്കുന്നത് നല്ല ശാസനയും നല്ല താക്കീതും പണിഷ്മെന്റും ശിക്ഷണ നടപടിയൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും. ഇതൊന്നും ഈശോയുടെ മനസ്സിലില്ല. ഈശോ പറയാണ്, എൻ്റെ സഭയുടെ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. ഈശോയുടെ ആ സഭയുടെ ആ താക്കോൽ, ആ അധികാരം പത്രോസിന്റെ പോക്കറ്റിലേക്ക് ഈശോ വെച്ചു. പത്രോസ് കൈ നീട്ടി വാങ്ങാനൊന്നും യോഗ്യനല്ല. ഈശോ പത്രോസിന്റെ പോക്കറ്റിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് വന്നേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്ദികേടിൻ്റെ, കർത്താവിനെ ഉപേക്ഷിച്ചതിൻ്റെ ചരിത്രമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ഉണ്ടെങ്കിലും ഈശോയ്ക്ക് ഇന്ന് പറയാനുള്ളത്, അതിലും വലുതാണ് എൻ്റെ കരുണ. ഇതിനാണ് കരുണ എന്ന് പറയുന്നത്. കർത്താവ് പത്രോസിന് നൽകിയ സ്നേഹം, അതൊക്കെ അങ്ങോട്ട് മറന്നു. ദൈവം നടത്തിയ വഴികളെല്ലാം അങ്ങോട്ട് മറന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിവിടെ നിൽക്കുമ്പം ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തോട് കാണിച്ച നന്ദികേടും ദൈവത്തെ ഉപേക്ഷിച്ച് നടന്നതിൻ്റെ ഓർമ്മകളും പഴയ വഴിക്ക് തിരിഞ്ഞു നടന്നതിൻ്റെ ആ അവിശ്വസ്തതയുടെ മുറിവുകളും ഹൃദയത്തെ അലട്ടുന്ന ഒരുപാട് പേരെ കർത്താവ് തൈലം പൂശി സുഖപ്പെടുത്തുന്ന സമയമാണ്. ഈ സമയം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഒന്നും അവകാശപ്പെടാനില്ല, ഒരു ഇല വീണു പോകുന്നത് പോലെ വീണു പോയവരാണ് ഞങ്ങൾ. ഒന്നും പ്രത്യേകിച്ച് അവകാശപ്പെടാനില്ല. അങ്ങയുടെ കരുണ മാത്രമാണ്, അങ്ങയുടെ കരുണ മാത്രമാണ്, അങ്ങയുടെ കരുണ മാത്രമാണ് ഇന്ന് ഞങ്ങളെവിടെ നിർത്തിയിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ കരുണയെ മനസ്സിലാക്കാൻ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ കരുണയെ ഓർക്കാൻ സഹായിക്കണമേ. എന്നോട് കാണിച്ചിട്ടുള്ള അതിരറ്റ കരുണയെ ഓർക്കാൻ സഹായിക്കണമേ. കർത്താവെ, ഈ സമയം അങ്ങയുടെ കരുണയുടെ അത്ഭുതകരമായ പ്രവാഹം കർത്താവെ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.